ചാലാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വൈഷ്ണവാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്താ ശരിക്കുണ്ടായേ? ഒരു 2 മണി 3 മണിക്കുള്ളിൽ ആണ് സംഭവം നടന്നത്. കള്ളം കയറിയത് ഫ്രണ്ട് വഴി കയറി. ആടെ ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ടായത്. അപ്പോൾ ആ ഓടാമ്പലിട്ട് അവർ പൂട്ടി. അതിന് ശേഷമായിരുന്നു അവർ ഈ പരിപാടി തുടങ്ങിയത്. നേരെ ചെറിയ സൗണ്ട് കേട്ടിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ തുറക്കാൻ നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ എനിക്ക് അന്നേരം കൺഫേമായി, ഇത് പൂട്ടിയിട്ട് കണ്ടപ്പോൾ ഒരു കൺഫേമായി എന്തോ സംഭവിക്കുന്നുണ്ട്. പിന്നെ പിടിച്ച് വലിച്ച് തുറക്കുമ്പോഴത്തേക്ക് അയാൾ ഈ പരിപാടി ഫ്രണ്ടിലത്തെ കൗണ്ടറും ഒരു ഭണ്ണാരം തുറന്നു. അത് തുറന്നിട്ട് അയാൾ ബാക്കിലെത്തിനായിരുന്നു. പിന്നെ വേറെയും ഭണ്ണാരങ്ങളെല്ലാം ഉണ്ട്. ആ സമയത്ത് അറിഞ്ഞുകൊണ്ട് കറക്റ്റ് ടൈമിനൊക്കെ പോകാൻ പറ്റി. ബാക്കെത്തി അപ്പോഴത്തേക്ക് അയാളുടെ ഭണ്ണാരം തുറന്നുകൊണ്ടിരിക്കുന്നുണ്ടായത്. ഉള്ളിൽ മോഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്തെ ഭണ്ഡാരം തകർക്കാൻ നോക്കുകയായിരുന്നു. അല്ല, ഉള്ളിലല്ല, ഇവിടെ പുറത്ത് തന്നെ ഇല്ല ഭണ്ഡാരമായിരുന്നു അത് ഒന്ന്. പിന്നെ കൗണ്ടറിലായിരുന്നു മെയിനായിട്ട് അയാൾ കയറിയത്. അപ്പോൾ ബാക്കിലെ ഭണ്ണാരത്തിലേക്ക് പിന്നെ ലക്ഷ്യം ഉണ്ടായത്. ആ സമയത്താണ് ഞാൻ കയറി പോയി വീണതും വെള്ളത്തിൽ അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി വീണ്. പിന്നെ അവിടെ ഒരു പിടിവലി കശുവിശല് നടന്നത് വീഡിയോ ഉണ്ടാവും, CCTV വീഡിയോ എല്ലാം വന്നിട്ടുണ്ട്. ആയുധം ഉണ്ടായിരുന്നു അയാളുടെ കയ്യിൽ ഒരു പിക്കാസിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇതെല്ലാം നടന്നു. പിന്നെ ഒരു ടോർച്ച് എൻ്റെ ടൈമിലായിട്ട് ഒരു ചെറിയ ടോർച്ച്, ആ ടോർച്ച് കൊണ്ട് ഒരു അടി കൊടുത്തു തലക്ക്. ആ ടൈമിനായത് ആ പുറകുവശത്ത് ഒഴിഞ്ഞിരിക്കുന്ന അടയുണ്ടായത്. ആ അടി കൊണ്ട് അയാൾ തലക്കെല്ലാം പിടിച്ച് വേദനെടുക്കുന്നതിൻ്റെ രീതിയിൽ ആ ഇരുട്ടാണ് ഉണ്ടായത്. ഞാൻ അയാളെ എങ്ങനെയെങ്കിലും ഫ്രണ്ടിലോട്ട് വെളിച്ചത്തേക്ക് കൊണ്ടുവരുത്താന്നുള്ള രീതിയിലായിരുന്നു പിന്നെ അയാളോട് സംസാരിച്ചത്. ആ പിടിവലി കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് ആ ടൈമിന് ഞാനൊരു അടി കൊടുത്തത്. അടി കൊണ്ടതിന് ശേഷം അയാൾ താഴോട്ടേക്ക് വീണു. പിന്നെ അവിടെ നിന്ന് അപ്പാടെ എണീച്ച് വേദന എടുക്കുന്നതും പറഞ്ഞിട്ടൊരു ഓടുകയത് പുറകുവശത്ത് തന്നെ ഓടി. പിന്നെ പോലീസുകാരെല്ലാം വിളിച്ചു. അവരപ്പാട് റോന്ത് ചെയ്യുന്ന പോലീസുകാരാണ്. 2 സാറന്മാർ വന്നിനി. അപ്പാട് അവർ പ്രിലിമിനറി ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കി ചെയ്തിട്ട് അവർ ബാക്കിലെ പോലീസ് ഇവരെ നോക്കി പോയിരുന്നു. പിന്നെ ഓഫീസർ വന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് റിക്കാർഡിക്കൽ എഴുതി കൊടുത്തു. അതിനുശേഷം പോലീസ് SPയും SI അവരെല്ലാം വന്നിട്ട് മുഖം മറക്കാതെയാണല്ലോ അയാൾ എത്തി. എന്തെങ്കിലും മുഖപരിചയം തോന്നിയിരുന്നു അയാളെ? ഇല്ല, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ കണ്ടായിട്ട് ഒരു തോന്നലുമില്ല. ഏജ്ഡ് ആയ ആളാ. ഒരു 50-56 വയസ്സിനടുത്തുണ്ടാവും എന്തായാലും. കുറച്ച് നാരിച്ചിട്ടെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അധികം ഹൈറ്റ് ഒന്നുമില്ല, കുറച്ച് ഉരുണ്ടിട്ടില്ല. ഒരു വെള്ള ഷർട്ടും ഒരു പച്ച ആ ടൈപ്പ് ഷർട്ടും ഒരു വെള്ള മുണ്ടുമാണ് ഇട്ടിട്ടുണ്ടായത്. നിങ്ങളപ്പോൾ ഏത് ഭാഗത്തൂടി ഇയാൾ ഉള്ളിലോട്ട് ഇട്ട് കടന്നിട്ട്? ഫ്രണ്ട് വശത്തെ കൂടി. അത് ഞാൻ ശരിക്കും കണ്ടില്ലായിരുന്നു. അത് CCTV വഴി അറിഞ്ഞത്. അപ്പോഴത്തേക്ക് അത് ഫ്രണ്ട് വശത്ത് കൂടി തന്നെയാണെന്നാണ് അറിഞ്ഞത്. ആ കയറുമ്പേ കണ്ടില്ലെങ്കിൽ നേരെ എന്തെങ്കിലും ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളും അത് ആ സമയത്ത് കിട്ടിയില്ല. എന്നാലും കിട്ടിയോണ്ട് ബാക്കിയൊന്നും അധികം വലിയ കുഴപ്പം പറ്റാണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് ഒന്നും കയറിയില്ല. ബാക്കിയുള്ള ഭണ്ണാരങ്ങളും രക്ഷപ്പെട്ടു എന്നെല്ലാം പറയാം. ഒരാൾ മാത്രമായിരിക്കുമോ? കൂടുതൽ ആരും കൊണ്ടും സംശയം? അത് ഒരാളെ മാത്രമേ ഉണ്ടായിട്ടില്ലൂ. അയാളെ മാത്രമേ ഉണ്ടായിട്ടില്ലൂ. വേറെ ആരും ഉണ്ടായിട്ടില്ല. വേറെ ആരും ഉണ്ടായാലും അവിടെ തന്നെ ഉണ്ടായിട്ടില്ല ആരും. എത്ര രൂപ അയാൾ മോഷ്ടിച്ചു? അത് എനിക്ക് കറക്റ്റ് കണക്കറിയില്ല. ഏകദേശം ഒരു 20-നടുത്ത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഓഫീസർമാരിങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാം കേട്ടത് 20-നടുത്ത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. മുൻപ് എപ്പോഴെങ്കിലും ഇങ്ങനെ മോഷണമല്ല ഇവിടെ നടന്നിട്ടുണ്ട്? പണ്ട് എൻ്റെ ഒരു ചെറുപ്പകാലം മീൻസ് ഞാൻ ഇവിടെയല്ല, ആ ടൈമിന് ഇവിടെ നടന്നതെന്ന് അറിയപ്പെട്ടത്. അപ്പം ഈ അടുത്ത് ഇത് ആദ്യമായിട്ട്? ഈ അടുത്ത് ഇത് ആദ്യമായിട്ടാണ് സംഭവിച്ചത്.